നമസ്കാരം, എല്ലാവർക്കും PSC സ്റ്റഡി നോട്ട്സിലേക്ക് സ്വാഗതം. PSC പരീക്ഷകളിൽ വിജയം നേടാൻ ഏറ്റവും അധികം സഹായിക്കുന്ന ഒന്നാണ് മുൻവർഷ ചോദ്യങ്ങൾ പരിശീലിക്കുക എന്നുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് PSC 2014-15 വർഷങ്ങളിൽ ചോദിച്ച കേരള ജിയോഗ്രഫിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പുന്നമടക്കായലിൽ ഓണത്തിനോട് മുന്നോടിയായി നടത്തുന്ന ചുണ്ടൻ വള്ളംകളി മത്സരത്തിൽ നൽകുന്ന ട്രോഫി ആരുടെ പേരിലാണ് അറിയപ്പെടുന്നത്? ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, ജവഹർലാൽ നെഹ്റു, മഹാത്മാഗാന്ധി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ട്രോഫി വള്ളംകളി എന്നാണ് അറിയപ്പെടുന്നത്. അടുത്തത്, വർക്കല തുരങ്കങ്ങൾ ഏത് ജില്ലയിലാണ്? പത്തനംതിട്ട, തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, തിരുവനന്തപുരമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൻ്റെ സമുദ്ര അതിർത്തി എത്ര നോട്ടിക്കൽ മൈൽ വരെയാണ്? 24, 12, 60, 200. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 12 ആണ്. കേരള നിയമസഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട എത്ര അംഗങ്ങൾ വരെ ഉണ്ടായിരിക്കണം? 140, 120, 115, 145. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, 140 ആണ്. കേരള നിയമസഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട 140 അംഗങ്ങൾ വരെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം? തിരുവനന്തപുരം, എറണാകുളം, തൃശ്ശൂർ, കോട്ടയം. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂരാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. സമുദ്രനിരപ്പിൽ നിന്ന് താഴ്ന്ന ഈ പ്രദേശം കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏതാണ് ഈ പ്രദേശം? വൈക്കം, കുട്ടനാട്, കോടനാട്, കൊച്ചി. സമുദ്രനിരപ്പിൽ നിന്ന് താഴ്ന്ന പ്രദേശം കുട്ടനാടാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. കശുവണ്ടി വ്യവസായത്തിന് പ്രസിദ്ധമായ ജില്ല ഏത്? വയനാട്, പത്തനംതിട്ട, ആലപ്പുഴ, കൊല്ലം. കശുവണ്ടി വ്യവസായത്തിന് പ്രസിദ്ധമായ ജില്ല കൊല്ലമാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ച വർഷം? 1895, 1898, 1900, 1905. മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ച വർഷം 1895 ആണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. അടുത്തത്, കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം? സൈലൻറ്റ് വാലി, ഇരവികുളം, ആനമുടിച്ചോല, മതികെട്ടാഞ്ചോല. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഇരവികുളമാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത്, കേരളത്തിലെ ചുവർ ചിത്ര നഗരി എന്നറിയപ്പെടുന്നത്? കോഴിക്കോട്, കോട്ടയം, എറണാകുളം, തിരുവനന്തപുരം. കേരളത്തിൻ്റെ ചുവർ ചിത്ര നഗരി എന്നറിയപ്പെടുന്നത് കോട്ടയമാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്നത്? സൈലൻറ്റ് വാലി, വാഗമൺ, മൂന്നാർ, വൈത്തിരി. കേരളത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്നത് മൂന്നാറാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്തത്, മംഗളവനം പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട്, കൊല്ലം. മംഗളവനം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്താണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ജലസംഭരണിയിൽ ഏത് നദിയിലെ ജലമാണ് സംഭരിക്കപ്പെടുന്നത്? പെരിയാർ, ഭാരതപ്പുഴ, മീനച്ചിലാറ്, പമ്പാ നദി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, പെരിയാറാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ജലസംഭരണിയിൽ ഏത് നദിയിലെ ജലമാണ് സംഭരിക്കപ്പെടുന്നത്? പെരിയാറിൻ്റെയാണ്. അടുത്തത്, കേരളത്തിലെ വനഭൂമി ഇല്ലാത്ത ജില്ല? കണ്ണൂർ, കൊല്ലം, ആലപ്പുഴ, കോട്ടയം. കേരളത്തിൽ വനഭൂമി ഇല്ലാത്ത ജില്ല ആലപ്പുഴയാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. വിനോദസഞ്ചാര കേന്ദ്രമായ ബേക്കൽ കോട്ട ഏത് ജില്ലയിലാണ്? കണ്ണൂർ, വയനാട്, കോഴിക്കോട്, കാസർഗോഡ്. വിനോദസഞ്ചാര കേന്ദ്രമായ ബേക്കൽ കോട്ട കാസർഗോഡാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ബാലസൗഹൃദ ജില്ല? ഇടുക്കി, എറണാകുളം, കണ്ണൂർ, തിരുവനന്തപുരം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ഇടുക്കിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബാലസൗഹൃദ ജില്ല ഇടുക്കിയാണ്. അടുത്തത്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് നിക്ഷേപം ഉള്ളത് ഏത് ജില്ലയിലാണ്? തൃശ്ശൂർ, തിരുവനന്തപുരം, കാസർഗോഡ്, കൊല്ലം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് നിക്ഷേപമുള്ളത് കാസർഗോഡാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. കേരളത്തിൽ ആദ്യമായി ടെലിവിഷൻ പരിപാടി സംപ്രേഷണം ചെയ്യാൻ തുടങ്ങിയ സ്ഥലം ഏതാണ്? എറണാകുളം, തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്. കേരളത്തിൽ ആദ്യമായി ടെലിവിഷൻ പരിപാടി സംപ്രേഷണം ചെയ്യാൻ തുടങ്ങിയ സ്ഥലം തിരുവനന്തപുരമാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. കേരളത്തിലെ ഏത് പ്രദേശമാണ് സമുദ്രനിരപ്പിൽ നിന്നും താഴ്ന്നു നിൽക്കുന്നത്? ഇടനാട്, കുട്ടനാട്, മലനാട്, തീരദേശം. കുട്ടനാടാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ.
കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾ ഏതെല്ലാം? കിഴക്കോട്ടൊഴുകുന്നത് കബനി, ഭവാനി, പാമ്പാർ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. കബനി, ഭവാനി, പാമ്പാർ. ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ല? ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, ഇടുക്കി. ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ല പാലക്കാടാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. കേരളത്തിലെ ആകെ താലൂക്കുകൾ എത്ര? 63, 68, 36, 86. ഓപ്ഷനിൽ കറക്റ്റ് ആൻസർ ഇല്ല. കറക്റ്റ് ആൻസർ 78 എണ്ണമാണ്. കേരളത്തിലെ ആകെ താലൂക്കുകളുടെ എണ്ണം 78 എണ്ണമാണ്. അടുത്തത്, ആരുടെ ജന്മദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്? വള്ളത്തോൾ, കുമാരനാശാൻ, പി.എൻ. പണിക്കർ, കെ. രാമകൃഷ്ണപിള്ള. ആരുടെ ജന്മദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്? പി.എൻ. പണിക്കറാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നത്. മയിലുകളുടെ സംരക്ഷണാർത്ഥം കേരളത്തിൽ സ്ഥാപിച്ചിരുന്ന ചൂലന്നൂർ സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? എറണാകുളം, വയനാട്, പാലക്കാട്, ഇടുക്കി. ചൂലന്നൂർ പക്ഷിസങ്കേതം പാലക്കാടാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത്, കിഴക്കോട്ടൊഴുകുന്ന 3 നദികളുടെ കൂട്ടത്തിൽ ഒന്ന് പടിഞ്ഞാറോട്ടൊഴുകുന്നു. ഏതാണ്? കബനി, പാമ്പാർ, ഭവാനിയൊക്കെ കിഴക്കോട്ടൊഴുകുന്ന നദികളാണ്. കൂട്ടത്തിൽപ്പെടാത്തത് ഓപ്ഷൻ ബി ആണ് ഷിറിയ. അടുത്തത്, വയനാട് ജില്ലയിലെ പ്രധാന ശുദ്ധജല തടാകം ഏതാണ്? സുഗന്ധഗിരി, പാപനാശിനി, കബനി, പൂക്കോട് തടാകം. വയനാട് ജില്ലയിലെ പ്രധാന ശുദ്ധജല തടാകം പൂക്കോട് തടാകമാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. മലമ്പുഴ അണക്കെട്ടും ജലസംഭരണിയും ഏത് ജില്ലയിലാണ്? ഇടുക്കി, വയനാട്, പാലക്കാട്, മലപ്പുറം. പാലക്കാട് ജില്ലയാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നോക്കാം. പൊന്നാനി തുറമുഖം ഏത് പുഴയുടെ അഴിമുഖത്താണ്? കടലുണ്ടി പുഴ, ഭാരതപ്പുഴ, ചാലിയാർ, എലത്തൂർ പുഴ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് ഭാരതപ്പുഴയാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ പുഴ ഏതാണ്? ഭാരതപ്പുഴ, മയ്യഴിപ്പുഴ, പമ്പ, പെരിയാർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ പുഴ പെരിയാറാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. കേരളത്തിൻ്റെ കപ്പൽ നിർമ്മാണശാല എവിടെയാണ്? വിഴിഞ്ഞം, കൊച്ചി, ബേപ്പൂർ, ചെറുവത്തൂർ. കേരളത്തിൻ്റെ കപ്പൽ നിർമ്മാണശാല കൊച്ചിയിലാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ.